വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. വെൽക്കം ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 6 ജാനുവരി മാസം 2025 രാവിലെ 7:24 ആയിട്ടുണ്ട്. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു കാര്യം കൂടെയാണ് ഇവിടെ അനാലിസിസ് ചെയ്ത് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. വീഡിയോ വളരെ ചെറുതാക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. അപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എപ്പോഴും തുടങ്ങുന്നത് പോലെ ഡിഫറൻസ് വീണ്ടും കുറയുകയാണ് കേട്ടോ. ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെ കൂടുന്നു, ഇത് കുറയുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് സ്പാട്ടിനും ഫ്യൂച്ചറിനും അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പ്രീമിയം, അതായത് ഓപ്ഷൻ പ്രീമിയം എങ്ങനെയാണ് അവർ മെൽറ്റിങ്ങിലോട്ട് കൊണ്ടുവരുന്നത്? ഇത് മനസ്സിലാക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പോയിൻ്റ് ഓഫ് കൺട്രോൾ കുറയുന്നത് കാണാൻ പറ്റും. നമ്മൾ 184-85 നിഫ്റ്റിയുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ ഈ മാസം തുടങ്ങിയപ്പോഴും നമ്മൾ നോക്കിയത്. ഡിസംബർ മാസം തുടങ്ങിയപ്പോഴും നിഫ്റ്റി 50 ഇപ്പോൾ അത് 84-85 156 മാറിയിരിക്കുകയാണ്. പോയിൻ്റ് ഓഫ് കൺട്രോൾ 156 ആയിട്ടാണ് ഇന്ന് മാറിയിരിക്കുന്നത്. അങ്ങനെ ഒരു 30 പോയിൻ്റ് മെൽട്ടായിട്ടുണ്ട്. പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് പ്രീമിയം മെൽട്ടാകുന്നതാണ്. ഇത് ഇങ്ങനെ കുറച്ച് അവർ എക്സ്പയറിക്ക് മുന്നേ താഴോട്ട് കൊണ്ടുവരും. ഇതാണ് ഓരോ വീക്കിലി എക്സ്പയറിക്കും നിഫ്റ്റി 50 നടക്കുന്നത്. ഇത് ശ്രദ്ധിക്കണം. ആ പോയിൻറ്റ്സിനനുസരിച്ചാണ് ഇവർ ഈ സ്പോട്ടും ഫ്യൂച്ചറും എല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ സെല്ലേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഇത് ഹെഡ്ജിങ് ആണ്. വീണ്ടും പറയുകയാണ്. കാരണം വെച്ചാൽ സ്പോട്ടിൽ നമുക്ക് എപ്പോഴും സ്റ്റോക്കിൽ നടക്കുന്ന മൊമെൻറ്റത്തിൻ്റെ, നിഫ്റ്റി 50 സ്റ്റോക്കിൽ എങ്ങനെയാണ് മൊമെൻ്റ്, അതിൻ്റെ ഇതാണ് ഇവിടെ മൂവ് വരുന്നത്. പക്ഷേ ഫ്യൂച്ചർ അങ്ങനെയല്ല. ഫ്യൂച്ചറിൽ വോളിയം ഉണ്ട്, അതിനകത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? സ്പോട്ടിൽ ആർക്കും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നിഫ്റ്റി സ്പോട്ട് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി സ്പോട്ട്, ഈ സ്പോട്ടിൽ ആർക്കും ട്രേഡ് ചെയ്യാൻ പറ്റില്ല ഇൻഡെക്സിൽ. പക്ഷേ അത് സ്റ്റോക്കിൻ്റെ നടക്കുന്ന റിഫ്ലക്ഷനാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ എല്ലാവർക്കും ട്രേഡ് ചെയ്യാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഫ്യൂച്ചറിലൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും വോളിയം. ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവരെങ്ങനെയാണ് ഹെഡ്ജിങ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് വീണ്ടും കുറച്ചിരുന്ന് ആലോചിച്ച് നോക്കിയാൽ, ചാർട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നിഫ്റ്റി സ്പോട്ട് കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ക്ലോസ് ചെയ്ത് 24,004 നിഫ്റ്റി 50യുടെ ഫ്യൂച്ചർ ഇൻഡെക്സ് ക്ലോസ് ചെയ്ത് 24,092. 85 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഇവിടെ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്, കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്പോട്ട് നോക്കി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഈ ലെവലിലേക്ക് വരുമ്പോൾ 156 അവിടെ, അതായത് പോയിൻ്റ് ഓഫ് കൺട്രോൾ എവിടെയൊക്കെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 150 അവിടെ പിയും സിയും നോക്കുക. അതേപോലെ 23,900 അവിടെ സിയും പിയും നോക്കുക. ഈ 156 എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതേപോലെ ഇത് ഇന്ന് നിഫ്റ്റിയിൽ ഡബിൾ സ്ട്രാഡിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഞാൻ നോക്കുന്നത് ഇവർ ട്രേഡിംഗ് എങ്ങനെയാണ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്, സെല്ലേഴ്സ്. അതിനനുസരിച്ച് നമുക്ക് മൊമെൻ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അവർ സ്ട്രാങ്കിളാണ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മൊമെൻ്റം കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് ഡബിൾ സ്ട്രാഡിലാണ്. അതായത് അവർ 24,000 സിയും പിയും വിറ്റിട്ടുണ്ട്, 24,100 സിയും പിയും വിറ്റിട്ടുണ്ട്. പിന്നെ അതിനകത്തൊരു നേക്കഡ് സെല്ലിങ്, 2-3 നേക്കഡ് സെല്ലിംഗ് ഉണ്ട്. സോ അതുകൊണ്ട് ഇതാണ് റേഞ്ച്. ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ ഈ ലെവലിലോട്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു നല്ലൊരു സ്കാൽപ്പിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. അതേപോലെ ഈ ലെവലിലോട്ടൊക്കെ വരുമ്പോൾ കണ്ടോ, അതായത് നിങ്ങൾക്ക് ഇതും കൂടെ നിങ്ങൾ ഇരുന്ന് അനലൈസ് ചെയ്യണം. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ അനലൈസ് ചെയ്യണം. നമ്മൾ വരയ്ക്കുന്ന വരയിൽ കണ്ടോ, ഈ 2 ജാനുവരി 11:45 15 ക്യാൻഡിൽ 23,935 അവിടെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു നല്ലൊരു അപ്മൂവാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന് കാരണം മുകളിലോട്ട് പോകും എന്നുള്ളതല്ല, പക്ഷേ അവിടെ അങ്ങനെയാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായും തോന്നുന്നു നിങ്ങൾക്ക്. ഇതേപോലെ ബാക്കിലോട്ട് പോയിട്ട് മുകളിൽ നിന്ന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നോക്കുക. ഇത് സ്പോട്ടിൻ്റെ ചാർട്ടാണ്, ഇത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. ഫ്യൂച്ചർ വെച്ച് ട്രേഡ് ചെയ്യുന്നവർ ഫ്യൂച്ചർ നോക്കുക, അതിനനുസരിച്ച് ട്രേഡുകൾ നോക്കി ഇനിഷ്യേറ്റ് ചെയ്യുക. ഈ MR എന്ന് പറഞ്ഞിട്ടേക്കുന്നത് മന്ത്ലി റെസിസ്റ്റൻറ്റും MS എന്ന് പറഞ്ഞിട്ടേക്കുന്നത് മന്ത്ലി സപ്പോർട്ടുമാണ്. ബാങ്ക് നിഫ്റ്റി 860 ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ഇതൊക്കെയാണ്. ഫ്യൂച്ചർ 51,200 ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഉള്ളത്. 51,200 അവിടെ നിന്നാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്പോട്ടിൽ ഫ്യൂച്ചർ 51 ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്.
860 പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇതൊക്കെ സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി ട്രേഡുകൾ ഇനിഷ്യേറ്റ് ചെയ്യുക. സോ കണ്ടതിൽ നന്ദി, നമസ്കാരം. പുതുതായിട്ട് കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുള്ള ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.